ഹലോ. അപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? എല്ലാവരുടെയും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടോ. വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയൊന്നുമില്ല. പിള്ളേരൊക്കെ ഉള്ളായിരുന്നു, അങ്ങനെയായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെയാണ് പോയി. ഇതിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തേക്കണ വീഡിയോ ആണ്. ഇപ്പോൾ മക്കളൊക്കെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി വൈകാറുണ്ട് കേട്ടോ. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം 8 മണി 9 മണിയൊക്കെ ആവാറുണ്ടല്ലോ, ആരും പറയും. അപ്പോൾ ഇന്ന് എഴുന്നേറ്റിപ്പോൾ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ മോനോട് ഞാൻ കടയിലോട്ട് അപ്പം മേടിപ്പിക്കായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അപ്പം മുട്ടക്കറി ഞാൻ അവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ വേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ മോനോട് ഞാൻ അപ്പം മേടിക്കാൻ പോയപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കറക്കി ചിക്കൻ മേടിച്ചോളാം. ഇപ്പോൾ 25 ദിവസം നോയമ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്ക് മിക്കവാറും ഇറച്ചി മീനും തന്നെയായിട്ട് അവിടെ പോകണം. ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം അങ്ങനെയാണ് പോയി. പിന്നെ ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്ക് മാങ്ങക്കറി അങ്ങനെ എന്തോ വെച്ചു. പിന്നെ ഇന്ന് പിന്നെയും പിള്ളേർ പറഞ്ഞു ചിക്കൻ മേടിക്കത്തുന്ന ദിവസം ഞങ്ങൾക്ക് പച്ചക്കറി തന്നെയായിരുന്നു എന്ന് പറഞ്ഞാലാണ് ഇന്ന് ചിക്കൻ മേടിച്ചത്. അപ്പോൾ ഞാൻ അത് നന്നാക്കണതിൻ്റെ ഇടയ്ക്ക് അവളോട് ഇച്ചിരി നാരങ്ങ ഉണ്ടാക്കാൻ പറഞ്ഞു. അവൾ നാരങ്ങ ഉണ്ടാക്കണ്ട. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല അപ്പച്ചനും കൂടിയാണ് കേട്ടോ. പപ്പച്ചൻ ഇന്ന് നനയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കനാൽ വെള്ളം വരവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഈ കനാലിൽ പിന്നെ വെള്ളം വന്നത്. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അപ്പച്ചന് പ്രായമായി, അപ്പച്ചൻ അത്രയും ചെയ്യണം, നമ്മൾ നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, നിനക്ക് പോയി എന്തെങ്കിലും ചെയ്ത് കൊടുത്താലും എന്താന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി എന്നാൽ ഞാൻ അവിടെയൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കണുണ്ടോ. അപ്പോൾ അവനോട് ഞാൻ കുറച്ച് പുല്ല് കിടന്ന് അത് ചെത്താൻ പറയണം. അപ്പോൾ അവൻ ആ പുല്ല് ചെത്തണതിൻ്റെ ഇടയ്ക്ക് മണ്ണും കൂടി ചെത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ അത് മേടിച്ചിട്ട് എനിക്ക് പറ്റിയത് അറിയാൻ വെള്ളമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അപ്പച്ചൻ വെള്ളം തിരിച്ചു വിടാനുള്ളടത്തേക്ക് തിരിച്ചു വിടാൻ കേട്ടോ. അപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറക്കാൻ നേരത്തെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം തിളയ്ക്കുക, അപ്പോൾ നീ ആ അരി ഒന്ന് ഇട്ടേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരി ഇട്ടോ നോക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് അത്. കുറച്ച് അരിയൊക്കെ താഴെ പോയത്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഇറച്ചി മീനൊക്കെ കറി വയ്ക്കുന്ന ദിവസം ഞാൻ ഇവളോട്ട് ഇച്ചിരി അഭിപ്രായം ചോദിക്കുന്നത്, കാരണം ഇവക്കാണ് ഇച്ചിരി കുറ്റം പറച്ചിൽ കൂടുതൽ. മോന് പിന്നെ ഇറച്ചി മീനൊക്കെ എങ്ങനെ കറി വെച്ചാലും അവൻ കഴിച്ചോളും. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കറിയൊക്കെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ നല്ല കറിയായിരുന്നു കേട്ടോ. അത് ഇവളും പറയും എൻ്റെ അനിയനും പറയും. കാരണം നമ്മൾ എല്ലാവരും കൂടി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഉള്ള സമയത്താണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് മാറുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് വയ്ക്കാനുള്ള ആഗ്രഹങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും, നല്ല ശ്രദ്ധിച്ചൊക്കെ വയ്ക്കുക. അന്നൊക്കെ കറി നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ചിക്കൻ കറിയൊന്നും അത്രയും വരാവുള്ളൂ. കാരണം ഇവർക്ക് ഇടയ്ക്ക് ഇച്ചിരി കുറ്റപ്പറച്ചിൽ ഉള്ളത് കാരണം ഞാൻ അവളോട് ചോദിക്കുന്നത് എടി എൻ്റെ കറി എങ്ങനെയുണ്ടെന്ന്. പിന്നെ കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പനിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുൽക്കോട്. രാത്രി ലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കമ്പനി പോവാണ്. അപ്പോൾ ഞാൻ കമ്പനി പോകാൻ നിൽക്കുമ്പോൾ ഇവരോടൊന്ന് പറഞ്ഞു വിടണമാണ്. ചിലപ്പോൾ ഈ ഗ്യാസുമ്പോൾ എന്തെങ്കിലും വയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു ഇവർ ചൂടാക്കാനായിട്ട്. അപ്പോൾ അതൊന്നും ഗ്യാസൊക്കെ ഓഫ് ചെയ്യാനോടൊന്ന് പറഞ്ഞാണ്. പിന്നെ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞങ്ങളൊരു സിനിമ കാണാൻ പോകാൻ കേട്ടോ. ഞങ്ങൾ വെക്കേഷൻ അങ്ങനെ യാത്ര പോക്ക് വളരെ കുറവാട്ടോ. ഈ ആകെ പോണത് ഈ സിനിമ കാണാനും പിന്നെ ഇടയ്ക്കൊന്നും ലുലുലും. അത് വിട്ട് എനിക്ക് ദൂരേക്ക് പോകാനായിട്ട് എനിക്ക് എന്തോ ഉള്ളതുകൊണ്ട് അത്ര ധൈര്യം പോരാ. വണ്ടി ഓടിക്കാനൊക്കെ അറിയാമെങ്കിലും എനിക്ക് എന്തോ പിള്ളേരും വെച്ച് പോകാനോ എനിക്ക് ഇത്ര ഇത് പിടുത്തം പോരാ കേട്ടോ. അപ്പോൾ സിനിമയാണ് മിക്കവാറും കാണാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളങ്ങനെ സാധാരണ 2-3 സിനിമയെ കാണുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ വലിയ നല്ല സിനിമകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ കാരണം അവിടെ ഒരു സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് സർവ്വമായ കാണാനായിട്ട് പോയത്. സിനിമ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. ഒരു ആവറേജ് പടം അത്ര ഞാൻ പറയുള്ളൂ കേട്ടോ. സിനിമ കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടി എൻ്റെ വീട്ടിലേക്ക് പോകും. എനിക്കൊന്ന് എറണാകുളം വരെ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവൾ വീട്ടിൽ നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനോട് വന്നാരും പറഞ്ഞപ്പോൾ അവൻ വന്നില്ലാന്നോട്ടോ പറഞ്ഞത്. അപ്പോൾ അവൻ വീട്ടിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. അതിന് വേറെ ഒന്നുമല്ല, അവന് മൊബൈൽ കളിക്കാൻ വേണ്ടി കേട്ടോ. സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഉച്ചയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മലബാറിലാട്ടോ കയറിയത്. അപ്പോൾ അവർ രണ്ടുപേരും മന്തി കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ചായയും പോപ്കോണൊക്കെ കഴിച്ചു. എൻ്റെ വയറ് ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പോപ്കോൺ മേടിച്ചിട്ട് ഇവരാരും കഴിച്ചില്ല. അത് തന്നെ ഞാൻ തന്നെ തിന്നത്. അതാണ് എനിക്ക് ഫുഡൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് ഇതുണ്ട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. താഴത്തെ ഐസ്ക്രീം കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു കേട്ടോ. അവിടെ ഫുഡ് കഴിക്കായിരുന്നപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് അനിയനെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ അങ്ങോട്ട് വരണം നീ റെഡി ആവാനായിട്ട്, അല്ലെങ്കിൽ ഇവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനപ്പോൾ കുളിക്കാൻ കയറിയിട്ടുള്ളൂ എന്ന് അമ്മച്ചി പറഞ്ഞു. ഈ കൊച്ചിറങ്ങ് കുളിക്കാൻ കയറിയാലും കക്കൂസ കയറിയാലും 1 മണിക്കൂർ അവിടെ കുത്തിരിക്കും. പിന്നെ അവൾ മൊബൈലും പിടിച്ചുകൊണ്ട് ഓരോ വീഡിയോ എടുത്തുകൊണ്ട് കിടക്കണം കേട്ടോ, അമ്മച്ചിയുടെ അടുത്ത് അപ്പച്ചൻ്റെ അടുത്തൊക്കെ പോയിട്ട്. അപ്പം അമ്മച്ചി അവിടെ അവന് പോകുമ്പോൾ ഇടാനുള്ള പാൻറ്റ് തപ്പാണ്. ഇവനെല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അമ്മച്ചി തന്നെ എടുത്ത് കൊടുക്കണം കേട്ടോ. അവൻ തന്നെ എടുത്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതൊക്കെ അമ്മച്ചി എടുത്ത് മേശപ്പുറത്ത് വെച്ച് ഞാൻ അവനെടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പച്ചൻ്റെ ക്രിസ്മസ് ആഘോഷം എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ക്രിസ്മസിന് തുടങ്ങിയതാണ് അപ്പച്ചൻ. ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് എന്നാന്ന് അറിയാമല്ലോ, ചിലപ്പോൾ ഒരു ആശുപത്രി കയറുന്ന വരെ അപ്പൻ്റെ ആഘോഷം അങ്ങനെ നിൽക്കും. അപ്പനെ സംബന്ധിച്ച് ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 300 ദിവസം എൻ്റെ അപ്പനെ ആഘോഷം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്നെ കളിയാക്കണം കേട്ടോ, നീ എൻ്റെ വീഡിയോ എടുത്തുള്ള പെമ്പിളേർക്ക് കഴിച്ചു കൊടുക്കാൻ പറഞ്ഞ എന്നെ കളിയാക്കണം കേട്ടോ. കാണണേ ഒന്നുമില്ല. പക്ഷെ അടുത്ത വർഷം ന്യൂ ഇയർ 26 ലാസ്റ്റ് ഡിസംബറിൽ നീ ഏത് കോലത്തിലാവും? നീ കണ്ടു അർണോൾഡ് മാറിയിരിക്കും. ഇപ്പൊ ഈ വർഷം കൊണ്ട് നീ എന്ത് നേടി? നിന്റെ കുമ്പ നേടി, വർഷം കൊടവയറ് നേടി, പിന്നെ ഒരു കൈ ഒടിഞ്ഞു അല്ലേ? ഒരു കൈക്ക് തട്ട് കിട്ടി പറഞ്ഞടാ. ഇവിടെ ഷോൾഡർ പണി അടുത്ത വർഷം നിന്റെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. അത് കാണിക്കണം, വെറുതെ പറഞ്ഞിട്ടാറില്ല. കാണിക്കാൻ പറ്റോ? നീ 26 എന്ത് കാണിക്കും?
അവിടെ ഫ്രണ്ട്സാ, നീ നേരത്തെ പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞടാ. തുണി നോക്കി കാണിച്ചോ? 26-ല് എന്റെ ആങ്ങളെ തുണി നോക്കി കാണിച്ചോന്നായിരിക്കും. പിന്നെ എന്താടാ അതൊന്നും പറഞ്ഞാടാ ഫ്രണ്ട്സേ? ഇങ്ങനെയല്ല, ഇത് എടുക്ക്, മര്യാദക്ക് എടുക്ക്. തുണി മാറുന്നവരെ വീഡിയോ എടുത്തരണ്ടേ? എടുത്തരണ്ടേ? നീ ധൈര്യം ഉണ്ടെങ്കിൽ മാറി. കൊടവയറ് നോക്കിയോ എന്റെ ഗർഭിണി. എനിക്ക് ഇതിലൂടെ അത്രയും വയറ്. ഞാൻ എടുത്തിടും. സത്യമായിട്ട് നിനക്ക് തന്നെ അറിയാടാ. കാണിച്ചടാ. മഹാബലി ആവാൻ സച്ച. അല്ല, നമ്മുടെ പപ്പാനി ആവാൻ പറ്റി പോടിയായിരുന്നു. ഫ്രണ്ട്സിന്റെ ഒന്ന് കുലുങ്ങിയാടാ ഫ്രണ്ട്സേ. നീ ഒന്ന് കുലുങ്ങിയേ. ഒന്ന് കുലുങ്ങോ നീ? നേരത്തെ കാണിച്ചാരി ഒന്ന് കുലുങ്ങി. ഞാൻ ചുമ്മാ കിടന്ന് പുറകെ കളിയാക്കണം കേട്ടോ. കാരണം ഇവൻ നല്ല അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് നല്ല ബോഡിയായിരുന്നു ചെറുക്കൻ്റെ. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് അവൻ ഇച്ചിരി മടി കൂടിയേക്കാണ്. അങ്ങനെ മടി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 100 പ്രാവശ്യം അവൻ വണ്ടിയിൽ വീണു. അപ്പോൾ അവൻ്റെ ഷോൾഡറിന് ഒരു ചെറിയൊരു ചിന്നലുമാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് വെയിറ്റ് ഒന്നും എടുക്കരുതെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ വെയിറ്റ് എടുക്കാണ്ട് അല്ലാണ്ടുള്ള എക്സസൈസുകൾ അവന് ചെയ്യാം. അപ്പോൾ അവൻ ഇപ്പോഴേ അവൻ്റെ ജീവിതം പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവന് വെയിറ്റ് എടുക്കാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമാണ്. അത് കാരണം ഉള്ള ഫുഡൊക്കെ കഴിച്ച് ഇവൻ്റെ ബോഡി ആകെ മെനേടാക്കിയേക്കാന്നേ. ഇവൻ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഈ വയറൊക്കെ വെച്ചപ്പോൾ ഞാൻ അവനെ കളിയാക്കും. എന്നാലെങ്കിലും ഇച്ചിരി കളിയാക്കി അല്ലെങ്കിൽ ഇച്ചിരി നാണം വെച്ചിട്ട് അവൻ ചെയ്യട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയും എല്ലാ ദിവസവും ഓടാൻ പോടാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ ചെയ്യാന്ന് പറയും. പക്ഷേ പുള്ളി അതിനൊന്നും ഒരു താല്പര്യം കാണിക്കില്ല. അപ്പോൾ ഇത് കണ്ട് ഇച്ചിരി കളിയാക്കിയെങ്കിലും പുള്ളി ചെയ്യട്ടെ എന്ന് കരുതി കേട്ടോ. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറകെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നാണം കെടുത്തുന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ എറണാകുളം പോകാൻ കേട്ടോ. കുറച്ച് ദൂരം ഓടിച്ചിട്ട് പിന്നെ ഇവൻ തന്നെയായിട്ട് വണ്ടി ഓടിച്ചപ്പോൾ ഇവൻ്റെ വണ്ടിയുടെ പുറകിലിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കാരണം ഇവൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകണം. പിന്നെ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞൊരു പാട്ട വണ്ടിയാണ്. അതിന് ബ്രേക്കും ഇല്ല, കണ്ണാടി കൂടെ നോക്കി ഒന്നും കാണാനും പറ്റില്ല. ബാക്കിലൊരു വണ്ടി വന്നു നോക്കിയാൽ നമ്മൾ തിരിഞ്ഞു വെക്കണം. പിന്നെ ഞങ്ങളിവിടെ ഒന്ന് ഒരാളെ കാണാനാട്ടോ. അപ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് സെൻട്രൽ സ്ക്വയർ മാളിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങടേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ തന്നെ കറങ്ങി കിടപ്പുണ്ടാവും. അപ്പോൾ അത് ഇവൻ അവിടെ മുകളിൽ നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല. അവിടെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ടെന്നാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്തോരം അടിപൊളി പെമ്പിളേരെ അവിടെയെന്നും പറഞ്ഞു നോക്കിക്കണോണ്ടാ കാണണേ. അപ്പോൾ ഞാൻ പറയണം നീ അവിടെ നോക്കിയിരുന്നത് മതി, എനിക്കിതിരി ചായ അടിച്ചു തരാൻ പറഞ്ഞിട്ട് എനിക്കൊരു ചായ മേടിച്ച് പിന്നെ അവൻ സമൂസയും കഴിച്ചിട്ട് പിന്നെ അവൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാണ്. പിന്നെ അവൻ അത് കഴിഞ്ഞപ്പോൾ അവൻ പോയി ഒരു ബർഗറും മേടിച്ചു. പുള്ളി ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെ കേട്ടോ. അല്ല ആരണ്ട് പറയില്ല കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ നിന്ന് പറഞ്ഞാൽ ഉണ്ടോ പുള്ളി അതിൽ ഓരോ പെമ്പിളേര് കാണുമ്പോഴും എടി അത് കൊള്ളാലോ ഇത് കൊള്ളാലോ ഇതുണ്ട് എന്നോട് പറഞ്ഞിരിക്കണേ. അത് ഈച്ചയും കഴിഞ്ഞിട്ട് മുകളിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഷോപ്പിലെ ആമ്പിളേരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം പറയുക ഇവിടെ ആമ്പിളേർക്കൊക്കെ എന്തൊരു സുഖം ഇഷ്ടംമാതിരി നേരം വെക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയുണ്ടോ. പിന്നെ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സാന്ദ്രേനെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിപ്പോൾ കരിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കാമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കവറിലിട്ടത് അവളവിടെ നിന്ന് കഴിക്കുകയാണ്. പിന്നെ എനിക്ക് അപ്പോഴേക്കും പറ്റാണ്ടായിട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. പിന്നെ വൈകുന്നേരം ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു വെച്ചത്. പിന്നെ ഞാൻ ഡ്രസ്സ് മാറി വന്നത് ഇവിടെ കിടന്നു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇതാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓരോ സിനിമകളും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ മാറി കണ്ടുകൊണ്ടിരിക്കും. ഈ ഹിന്ദി സിനിമയോ തമിഴ് സിനിമയൊക്കെ മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ 31-ാം തീയതി വൈകുന്നേരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് KSRയുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പാട്ടും ഡാൻസും ആഘോഷവും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ അനിയത്തിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങളാരും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിന് കൂടാൻ നിർത്തിയാണ്. കാരണം അനിയത്തിയുടെ വീട്ടിൽ നാത്തൂമാരൊക്കെ വരും. പിന്നെ അന്ന് പോക്കൊന്നും നടക്കില്ല. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ അമ്മച്ചിയില്ല കേട്ടോ. അമ്മച്ചിയുടെ വീട്ടിൽ പോയേക്കണം. അമ്മച്ചിയുടെ അപ്പനും പാടില്ലാണ്ടായി കിടക്കാണ്. അപ്പോൾ അമ്മച്ചി നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി അങ്ങോട്ട് പോയേക്കാം കേട്ടോ. അപ്പോൾ അത് ക്രിസ്മസിന് ഞങ്ങൾ കുറച്ച് കമ്പിത്തിരിയും പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇവിടെ കത്തിച്ചു കേട്ടോ. പിന്നെ ബാലൻസ് ഇരുന്നാണ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയത്. പിന്നെ അതൊക്കെ എടുത്തത് അനിയനും മക്കളൊക്കെ പാടെ ഇരുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ കാണാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. അപ്പച്ചനോട് സൈഡിൽ മാറി നിൽപ്പുണ്ട് കേട്ടോ. ചക്ക വന്നേ, ചക്ക മര്യാദക്കിരുന്നേ, ചക്ക മര്യാദക്ക് ഇങ്ങോട്ട് ചക്കയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത്ര ചക്കേനെ എടുത്തില്ല, ചക്കയുടെ പുറമെ എടുക്കട്ടെ. ആ ഇപ്പൊ സെറ്റ് ആയില്ലോ, ഇപ്പൊ സെറ്റ് എടുക്കട്ടെ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മള് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് നമ്മൾ ഇന്നൊരു സ്റ്റോറി ഉണ്ടാക്കാണ്. അതിൽ ചിലപ്പോ ഹ്യൂമർ ഒന്നും ഉണ്ടാവില്ല. ആദ്യം തുടങ്ങുന്നത് ഇവളുടെ പേര് അസ്തർ, എന്റെ പേര് സാന്ദ്ര, ഇവളുടെ പേര് ഇവാ ക്ലെയർ. അപ്പൊ ഇവളാണ് ഇപ്പൊ തുടങ്ങുന്നത്. അപ്പൊ ഇവള് ഒരു ടോപ്പിക് വെച്ച് തുടങ്ങും. അത് വെച്ച് ജോയിൻ ചെയ്ത് ഞാൻ ഉണ്ടാക്കണം. അങ്ങനെ അവസാനം ഒരു കഥ ഉണ്ടാവും. അത് ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. ചിലപ്പോ ഭയങ്കര കോമഡി ആയിരിക്കും, ചിലപ്പോ ഒട്ടും കോമഡി ഉണ്ടാവില്ല. വെറുതെ ഞാൻ ആ പൈസക്ക് കൊള്ളില്ലാത്തായിരിക്കും. വന്നാലും നിങ്ങളത് കേട്ടിരിക്കണം. അതാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ തുടങ്ങാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ജോലിയായിരുന്നു ഓല മേയുക. ഓല മേഞ്ഞ് ഒരു ദിവസം പെൺകുട്ടിക്ക് ശ്വാസം കിട്ടാതെയായി. ആ കൊച്ചിനെ
വളരെയധികം വിഷമമായി കരഞ്ഞു. അവിടുത്തെ ഫാക്ടറിയിലെ പുക കാരണമായിരുന്നു അവർക്ക് ശ്വാസം മുട്ടൽ. അങ്ങനെ അങ്ങനെ ഇതല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു ദിവസം ആ പെൺകുട്ടി തളർന്നു വീണു. അപ്പോഴാണ് വേറൊരു ആൺകുട്ടി നടത്തുന്നത്. ആൺകുട്ടി ആൺകുട്ടി ശരിക്കും ഒരു പ്രേതമായിരുന്നു. അത് അവളുടെ ഭാവനയിലുള്ള ആൺകുട്ടിയായിരുന്നു. അത് അവളോട് സംസാരിക്കാൻ വന്നതായിരുന്നു. ഹാലൂസിനേഷൻ. ഇമാജിനേഷൻ ഹാലൂസിനേഷൻ. ഇമാജിനേഷൻ ഹാലൂസിനേഷൻ വേറെ ഇമാജിനേഷൻ വേറെ. ഹാലൂസിനേഷൻ. എന്തായാലും അവിടെ പറ. പ്രേതാലിനേഷൻ. ആ പ്രേതം അവളുടെ എടുത്തോട്ട് വന്നു തൊട്ടു. തൊട്ടപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് അതൊരു കൊടൂരമായ പ്രേതമായിരുന്നു. പ്രേതമായതുകൊണ്ട് അവൻ തൊട്ടപ്പോ ഇവിടെ അറിഞ്ഞില്ല. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പോഴാണ് മരം അവരുടെ മേത്തോട്ട് മറങ്ങി വീഴാൻ പോയത്. അങ്ങനെ അത് മറങ്ങി വീണു. അവർ ചത്തില്ല, പ്രേതം അവളെ രചിച്ചു. ഇനി അടുത്ത സ്റ്റോറിയാണ് ഇവാമയാണ് തുടങ്ങുന്നത്. ഇനി നമ്മൾ പറയാൻ പോണ സ്റ്റോറി ഭയങ്കര ക്രൈം ആയിട്ടുള്ള സ്റ്റോറിയാണ്. പറയൂ. പണ്ട് ഒരു കേസ് അന്വേഷണം നടക്കുകയായിരുന്നു. അവിടെ ഒരു പോലീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പോലീസിന്റെ പേരായിരുന്നു ദിലീപ്. ദിലീപ് ഒരു കേസിൽ അറസ്റ്റിലായിരുന്നു. ദിലീപിന്റെ പേരിലെ പോലീസ്. ദിലീപിന് വളരെ വിഷമമായിരുന്നു. ദിലീപ് അവിടെ ജയിലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഒരിടത്ത് ഒരു കേസ് അന്വേഷണമായി ഒരു പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് എന്റെ ഭാര്യ ഈ പാട്ട് പറഞ്ഞു. കുട്ടികൾ രണ്ടും തവളാച്ചി. അങ്ങനെ ഇവര് 4 പേരും കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കേട്ടോ. ഇതിന് ഏറ്റവും ചെറുതിന് ഇവരാരും അതിന്റെ കൂടത്തിൽ കൂട്ടൂല. ഇവര് 3 പേരും കൂടിയുടെ എപ്പോഴും കളിയും ചിരിയൊക്കെ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് ചട്ടമ്പീസിന്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ കണ്ട് ചെയ്ത് നോക്കിയതാണെന്നു. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴാട്ടോ കാണണം. പിന്നെ ഞാനത് ഒരു രസമുള്ള അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.